ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ SSC CHSL 2019 മെൻസുറേഷൻ എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ഒരു സോളിഡ് ക്യൂബ് ഉണ്ട്, അതിൻ്റെ വോളിയം 13,824 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇതെന്ത് ചെയ്തു? കട്ട് ചെയ്തു. അപ്പോൾ ഒരു ക്യൂബ് ഉണ്ട്, ഇതിനെ കട്ട് ചെയ്തിട്ട് 8 ഈക്വൽ വോളിയം ആക്കി മാറ്റി. 8 ഈക്വൽ വോളിയം അല്ലെങ്കിൽ 8 ക്യൂബാക്കി മാറ്റി എന്ന് നമുക്ക് പറയാം അല്ലേ. ദെൻ റേഷ്യോ ഓഫ് ദ സർഫേസ് ഏരിയ ഓഫ് ഒറിജിനൽ ക്യൂബിൻ്റെ സർഫേസ് ഏരിയ ടു ദ സം ഓഫ് സർഫേസ് ഏരിയ ഓഫ് 3 സ്മോളർ ക്യൂബ്. 3 സ്മോളർ ക്യൂബിൻ്റെ സർഫേസ് ഏരിയ, ഇതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ 8 ഈക്വൽ പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമേ ഞാനിങ്ങനെ 2 ഹാഫാക്കി. ഓക്കെ, ദെൻ വീണ്ടും മുറിച്ചു. ഓക്കെ, ഇപ്പം എത്ര പീസായി? 4 പീസായി. ദെൻ ഇങ്ങനെ ഞാനൊന്ന് ക്രോസ് ഇട്ടു. ഇപ്പം മൊത്തം എത്ര പീസായി? 8 പീസായി. 1 2 3 4 5 6 7. ദെൻ നമുക്ക് കാണാൻ പറ്റാത്ത ഒരെണ്ണം 8. അപ്പോൾ മൊത്തം എത്രയായി? 8ആയി. അപ്പോൾ ഞാൻ സപ്പോസ് ഇതിൻ്റെ ഫസ്റ്റ് വലിയ ക്യൂബിൻ്റെ സൈഡ് A ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ 2 പീസാക്കി മുറിച്ചിരിക്കുമല്ലേ. അപ്പോൾ ഈ ചെറിയ ക്യൂബ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ ഇതിനകത്ത് കളർ ചെയ്ത് കൂടി കാണിച്ചു തന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കളർ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്യൂബ്, അതിൻ്റെ സൈഡ് നമുക്ക് എത്ര കിട്ടും? വലിയ ക്യൂബിൻ്റെ A ആണെങ്കിൽ അതിൻ്റെ സൈഡ് നമുക്ക് എത്ര കിട്ടും? A/2 എന്ന് പറഞ്ഞു കിട്ടും. A/2 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, കാരണം അതിൻ്റെ ഈ ഒരു സൈഡിനെ 2 ഈക്വൽ ആക്കി മുറിക്കത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഐറ്റത്തിൻ്റെ ആവശ്യം നമുക്ക് സത്യം പറഞ്ഞാൽ ഇല്ല, അത് എടുക്കുക വേണ്ട. നമുക്കിനി ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് കാരണം ഇവിടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കത് മൈൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ചോദിച്ചിരിക്കുന്നത് നോക്കുക, ദ റേഷ്യോ ഓഫ് ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് ഒറിജിനൽ ക്യൂബ്. ഓക്കെ, ഒറിജിനൽ ക്യൂബിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഒറിജിനൽ ക്യൂബിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 6A² എന്ന് പറഞ്ഞു വരും. ഓക്കെ, ടു ദ സം ഓഫ് സർഫേസ് ഏരിയ ഓഫ് 3 സ്മോളർ ക്യൂബ്. ഓക്കെ, 3 സ്മോളർ ക്യൂബിൻ്റെ സർഫേസ് ഏരിയ നമുക്കറിയാം. ക്യൂബിൻ്റെ സർഫേസ് ഏരിയ എങ്ങനെയാണ്? 6A² എന്നറിയാം. ഓക്കെ, അപ്പോൾ ചെറിയ ക്യൂബിൻ്റെ സർഫേസ് ഏരിയ എത്ര വരും? A/2 വരും, കാരണം അതിൻ്റെ സൈഡ് A/2 ആണ്, അതിൻ്റെ സ്ക്വയർ. ഇത് വലിയ ക്യൂബിൻ്റെ സർഫേസ് ഏരിയ. ഇത് മൂന്നെണ്ണം ഉണ്ട്, 3 ക്യൂബ് ഉണ്ട്. 3 ക്യൂബിൻ്റെ സർഫേസ് ഏരിയ അവിടെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് A/2 ആണ് സൈഡ്. ക്വസ്റ്റ്യനിൽ 3 എടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 3 എടുത്തത്. 6 ക്യാൻസൽ ചെയ്യും, അതവിടെ ഇരിക്കട്ടെ. ദെൻ A², ഇവിടെയാണെങ്കിൽ 3 ഉണ്ട്, ഇവിടെ A² വരും, /4 ഉണ്ട്. A² ക്യാൻസൽ ചെയ്യും, ഈ 4 മുകളിലോട്ട് പോകും, 4/3 എന്ന് പറഞ്ഞ് കിട്ടും. ഇതായിരുന്നു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ. അതായത് 4:3 ആയിരുന്നു ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസറായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്.